Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പുതിയൊരു കോൺവെർസേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഗ്രോസറി സ്റ്റോറിൽ ഷോപ്പ് കീപ്പറും കസ്റ്റമറും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ കോൺവെർസേഷൻ്റെ മുൻപ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താണ്, ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു. പിന്നെ ഡിസ്കസ് ചെയ്തത് എയർപോർട്ട് കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. Customer, good morning. Shopkeeper, good morning. Can I help you? അപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? രാവിലെയാണ് കസ്റ്റമർ ഷോപ്പിലേക്ക് വന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഗുഡ് മോർണിംഗ് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യില്ലേ, ആ ഒരു രീതിയിലാണ് ഇവിടെ ഗുഡ് മോർണിംഗ് പറയുന്നത്. ഇപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിൽ നമസ്കാരം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് സമയം അനുസരിച്ച് മാറും. അപ്പോൾ ഗുഡ് മോർണിംഗ് നമ്മൾ എപ്പോഴാണ് പറയുക? രാവിലെ 5 മണി തൊട്ട് 12 മണി വരെ നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം. 12 മണിക്ക് ശേഷം 5 മണി വരെ നമ്മൾ എന്താ പറയുക? ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം. അതുപോലെ തന്നെ 5 മണിക്ക് ശേഷം നമുക്ക് എന്താ പറയാൻ പറ്റുക? ഗുഡ് ഈവനിങ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഷോപ്പ് കീപ്പർ എന്താ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ക്യാൻ ഐ ഹെൽപ്പ് യു? ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. യെസ് പ്ലീസ്. ഐ വോണ്ട് എ പാക്കറ്റ് ഓഫ് ബ്രെഡ്, എ ഡസൻ എഗ്സ് ആൻഡ് മിൽക്ക്. ഇവിടെ യെസ് പ്ലീസ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതിനു മുൻപ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ എന്ന് ചോദിച്ചില്ലേ, അപ്പം അതിന് ഉത്തരമായിട്ടാണ് ഇവിടെ പറയുന്നത്. യെസ് പ്ലീസ് എന്ന് പറഞ്ഞാൽ യെസ്, ദയവായി എന്നെ സഹായിക്കൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ യെസ് പ്ലീസ് എന്ന് പറയുന്നത്. ഐ വോണ്ട് എ പാക്കറ്റ് ഓഫ് ബ്രെഡ്. എനിക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ബ്രെഡും പിന്നെന്താണ്? എ ഡസൻ എഗ്സ് എന്ന് പറഞ്ഞാലോ 12 എണ്ണം കൂടിയതാണ് എ ഡസൻ. അപ്പോൾ എ ഡസൻ എഗ്സ് എന്ന് പറഞ്ഞാൽ 12 മുട്ടയും ആൻഡ് മിൽക്ക് എന്ന് പറഞ്ഞാലോ പാലും വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്കൊരു പാക്കറ്റ് ബ്രെഡും 12 മുട്ടയും പാലും എനിക്ക് വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷുവർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് യു വുഡ് ലൈക്ക് ടു ബൈ? ഐ നീഡ് 2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. ഷുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും എന്ന് പറയാണ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാലോ എത്ര ലിറ്റർ പാലാണ്? യു വുഡ് ലൈക്ക് ടു ബൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ കസ്റ്റമർ എന്താണ് ആൻസർ ചെയ്തത്? ഐ നീഡ് 2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. എനിക്ക് വേണ്ടത് 2 ലിറ്റർ പാലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എനിത്തിങ് എൽസ്? യെസ്, എ സ്മോൾ ബാഗ് ഓഫ് റൈസ് ഫ്ലവർ ആൻഡ് എ ബോട്ടിൽ ഓഫ് ഓയിൽ. ഓക്കെ, എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശരി എന്നുള്ള രീതിയിലാണ് ഓക്കെ എന്ന് പറയുന്നത്. എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞാലോ വേറെ എന്തെങ്കിലും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ എന്തെങ്കിലും വേണോ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. യെസ്, എ സ്മോൾ ബാഗ് ഓഫ് റൈസ് ഫ്ലവർ. അതായത് യെസ് എന്ന് പറഞ്ഞാൽ അതേ എനിക്ക് വേണം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യെസ്, എ സ്മോൾ ബാഗ് ഓഫ് റൈസ് ഫ്ലവർ എന്ന് പറഞ്ഞാലോ ഒരു ചെറിയ ബാഗ് അരിപ്പൊടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റൈസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, FLOUR നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഫ്ലവർ എന്നാണ്, അല്ലാതെ ഫ്ലോർ എന്നല്ല. അപ്പോൾ എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു വാക്കാണ്, അതായത് പ്രൊനൗൺസിയേഷൻ എല്ലാവരും തെറ്റിക്കുന്ന ഒരു വാക്കാണ്. FLOUR നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഫ്ലവർ എന്നാണ്, ഫ്ലോർ എന്നല്ല. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ഒരു ചെറിയ ബാഗ് അരിപ്പൊടിയും വേണം, പിന്നെന്താണ് വേണ്ടത്? എ ബോട്ടിൽ ഓഫ് ഓയിൽ, ഒരു കുപ്പി എണ്ണയും വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ഓയിൽ യു വോണ്ട്? എ സ്മോൾ ബോട്ടിൽ ഓഫ് കോക്കനട്ട് ഓയിൽ പ്ലീസ്. വാട്ട് കൈൻഡ് ഓഫ് ഓയിൽ യു വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് തരം എണ്ണയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എ സ്മോൾ ബോട്ടിൽ ഓഫ് കോക്കനട്ട് ഓയിൽ പ്ലീസ്. സ്മോൾ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്മോൾ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുപ്പി എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? എ സ്മോൾ ബോട്ടിൽ ഓഫ് കോക്കനട്ട് ഓയിൽ, അതായത് ഒരു ചെറിയ കുപ്പി വെളിച്ചെണ്ണയാണ് വേണ്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്ലീസ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പല സെൻറ്റൻസുകളും കാണുമ്പോൾ അതിൽ കൂടുതലായും പ്ലീസ് യൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളായാലും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പ്ലീസ് എന്നുള്ളൊരു വേർഡ് കൂടുതലായി യൂസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേർഡ് ഒരു റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു രീതിയിലാണ്, ആ ഒരു റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്ലീസ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ മാം,
ഹിയർ ഇറ്റ് ഇസ്. ഇവിടെ ഓക്കെ മാം എന്നുള്ള വേർഡ് ശ്രദ്ധിച്ചോ? അത് നമ്മൾ റെസ്പെക്റ്റിലൂടെ പറയുന്നതാണ്. ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാം എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാഡം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇവിടെ മാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഷോപ്പ് കീപ്പറുടെ, അതായത് ആ കച്ചവടക്കാരൻ്റെ ബഹുമാനമാണ്, കസ്റ്റമറിനോടുള്ള ബഹുമാനമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ മാം, ഹിയർ ഇറ്റ് ഇസ് എന്ന് പറഞ്ഞാൽ ഇതാ എന്ന് കാണിക്കുകയാണ്. ഹിയർ ഇറ്റ് ഇസ് എന്ന് പറഞ്ഞാൽ ഇതാ, അതായത് ആ ചോദിച്ച സാധനങ്ങളൊക്കെ ഇതാ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Do you have fruits at your shop? Yes, we have. What you are looking for? Do you have fruits at your shop എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കടയിൽ പഴങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. Yes, we have. Yes, we have എന്ന് പറയുമ്പോൾ അതെ, ഞങ്ങളുടെ കടയിൽ ഉണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഞങ്ങളുടെ കടയിൽ അത് ലഭ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. What you are looking for? നിങ്ങൾ എന്താണ് നോക്കുന്നത്, അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡു യു സെൽ ബനാനാസ്? യെസ്, ഇറ്റ്സ് അവൈലബിൾ. ഡു യു സെൽ ബനാനാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴങ്ങൾ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യെസ്, ഇറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാലോ അതെ, വിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ യെസ് പറയുന്നത്. ഇറ്റ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാലോ അത് ലഭ്യമാണ്, അതായത് ഇവിടെ കിട്ടും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൗ മച്ച് ആർ ബനാനാസ് ഫോർ? ഇറ്റ്സ് 50 rupees per kg. ഹൗ മച്ച് ആ ബനാനാസ് ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പഴത്തിന് എത്രയാണ് എന്ന് ചോദിക്കുകയാണ്. ഇറ്റ്സ് 50 rupees per kg, അതായത് 1 കിലോയ്ക്ക് 50 രൂപയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ്സ് എക്സോർബിഡൻറ്റ്. And what about mangoes and strawberries? 60 rupees a kg for mangoes and 150 rupees a kg for strawberries. That's exorbitant എന്ന് പറഞ്ഞാൽ അത് കൂടുതലാണ്, അതായത് ആ തുക കൂടുതലാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. And what about mangoes and strawberries എന്ന് പറഞ്ഞാലോ പിന്നെ മാമ്പഴങ്ങൾക്കും അതുപോലെ തന്നെ സ്ട്രോബെറിക്കും എത്രയാണ് എന്ന് ചോദിക്കുകയാണ് ഇവിടെ. 60 rupees a kg for mangoes. 60 രൂപയാണ് 1 കിലോ മാമ്പഴത്തിന്. പിന്നെന്താണ്? ആൻഡ് 150 rupees a kg for strawberries. സ്ട്രോബെറി 1 കിലോയ്ക്ക് 150 rupees, അതായത് 150 രൂപയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ: Your prices are so high. Last week I bought these items for a better price. Madam, what I have told you is the current market rate. Prices of certain items have gone up this week because of less supply coming to the wholesale market. Your prices are so high എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിലകൾ വളരെ കൂടുതലാണ്. Last week I bought these items for a better price. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിയത് ഫോർ എ ബെറ്റർ പ്രൈസ് എന്ന് പറഞ്ഞാലോ മെച്ചപ്പെട്ട വിലയ്ക്കാണ് ഞാൻ വാങ്ങിയത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇതിനേലും മെച്ചപ്പെട്ട വിലയ്ക്കാണ് ഞാൻ സാധനങ്ങൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാഡം, വാട്ട് ഐ ഹാവ് ടോൾഡ് യു ഇസ് ദ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ മാഡം എന്ന് വിളിച്ചിട്ട് എന്താണ് പറയുന്നത്? വാട്ട് ഐ ഹാവ് ടോൾഡ് യു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇസ് ദ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാലോ നിലവിലുള്ള മാർക്കറ്റിലെ നിരക്കാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കറൻറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നിലവിലെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴത്തെ എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് കൂടിയത് കൊണ്ടാണ് വില കൂടിയത് എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈസസ് ഓഫ് സർട്ടൺ ഐറ്റംസ് ഹാവ് ഗോൺ അപ്പ് ദിസ് വീക്ക്. പ്രൈസസ് എന്ന് പറഞ്ഞാൽ വിലകൾ, സർട്ടൺ ഐറ്റംസ് എന്ന് പറഞ്ഞാലോ ചില സാധനങ്ങൾ. അപ്പോൾ ചില സാധനങ്ങളുടെ വില ഈ ആഴ്ച കൂടിയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൈസസ് ഓഫ് സർട്ടൺ ഐറ്റംസ് ഹാവ് ഗോൺ അപ്പ് ദിസ് വീക്ക്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ലെസ് സപ്ലൈ കമ്മിങ് ടു ദ ഹോൾസെയിൽ മാർക്കറ്റ്. ലെസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ കുറവ് വിതരണം. ലെസ് സപ്ലൈ കമ്മിങ് ടു ദ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാലോ കുറവ് വിതരണമാണ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങോട്ട്? മൊത്ത കച്ചവട വിപണിയിൽ വളരെ കുറവ് വിതരണമാണ് വരുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാഡം, വാട്ട് ഐ ഹാവ് ടോൾഡ് യു ഇസ് ദ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. പ്രൈസസ് ഓഫ് സർട്ടൺ ഐറ്റംസ് ഹാവ് ഗോൺ അപ്പ് ദിസ് വീക്ക് ബിക്കോസ് ഓഫ് ലെസ് സപ്ലൈ കമ്മിങ് ടു ദ ഹോൾസെയിൽ മാർക്കറ്റ്. മൊത്ത കച്ചവട വിപണിയിൽ ലഭ്യത കുറഞ്ഞതിനാൽ ഈ ആഴ്ച വില കൂടുതലാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബട്ട് then how come the other shopkeeper is offering a better price? That's because he often mixes old stocks of yesterday's with the new. But we only sell fresh vegetables and fruits. But എന്ന് പറഞ്ഞാൽ പക്ഷേ, then എന്ന് പറഞ്ഞാലോ പിന്നെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്നാൽ എന്നൊക്കെ പറയില്ലേ,
എന്നാൽ ഹൗ കം ദി അതർ ഷോപ്പ് കീപ്പർ, എങ്ങനെയാണ് മറ്റേ കച്ചവടക്കാരൻ ഈസ് ഓഫറിംഗ് എ ബെറ്റർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല വില വാഗ്ദാനം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ദാറ്റ്സ് ബിക്കോസ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടെന്നാൽ, അതായത് ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഇത് പറയുന്നത്. അതായത് കസ്റ്റമർ ചോദിച്ചില്ലേ എങ്ങനെയാണ് മറ്റേ ഷോപ്പ് കീപ്പറിന് ബെറ്റർ പ്രൈസ് തരാൻ കഴിയുന്നത് എന്ന് ചോദിച്ചില്ലേ, അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത്. ദാറ്റ്സ് ബിക്കോസ് അത് എന്തുകൊണ്ടെന്നാൽ ഹി ഓഫൺ മിക്സസ് ഓൾഡ് സ്റ്റോക്സ് ഓഫ് യെസ്റ്റർഡേ വിത്ത് ദ ന്യൂ. മിക്സസ് എന്ന് പറഞ്ഞാൽ കലർത്തുക. എന്ത് കലർത്തും എന്നാണ് ഇവിടെ പറയുന്നത്? ഓൾഡ് സ്റ്റോക്ക് ഓഫ് യെസ്റ്റർഡേസ്, അതായത് മുൻപത്തെ, അതായത് തലേ ദിവസത്തെ സ്റ്റോക്കും വിത്ത് ദി ന്യൂ എന്ന് പറഞ്ഞാലോ പുതിയതും തമ്മിൽ, അതായത് പണ്ടത്തെ സ്റ്റോക്കും ഓൾഡ് സ്റ്റോക്കും പുതിയ സ്റ്റോക്കും തമ്മിൽ കലർത്തും എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ വി ഓൺലി സെൽ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചക്കറികളാണ്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാലോ പഴവർഗ്ഗങ്ങൾ. അതായത് ഞങ്ങളിവിടെ പുതിയ പച്ചക്കറികളും പഴങ്ങളും മാത്രമാണ് വിൽക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓൾ സേ ദ സെയിം തിങ് ബട്ട് യു ഹാവ് ടു ഓഫർ മീ എ ബെറ്റർ പ്രൈസ്, ദെൻ ഓൺലി ഐ ക്യാൻ ബൈ ഫ്രം യു. ഓൾ സേ ദ സെയിം തിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ കാര്യമാണ് പറയുന്നത്. പക്ഷേ യു ഹാവ് ടു ഓഫർ മീ എ ബെറ്റർ പ്രൈസ് എന്ന് പറഞ്ഞാലോ നിങ്ങൾ എനിക്ക് നല്ലൊരു വില തരണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് തരണം, അതായത് വില തരണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഓൺലി ഐ ക്യാൻ ബൈ ഫ്രം യു, അപ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളിൽ നിന്ന് വാങ്ങാൻ കഴിയുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. വാട്ട് എൽസ് ഡു യു വോണ്ട് മീ ടു വേ? ഓക്കെ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇവിടെ ഓക്കെ എന്ന് ഉദ്ദേശിക്കുന്നത് ശരി. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞാലോ ഞാൻ പരമാവധി ശ്രമിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് എൽസ് ഡു യു വോണ്ട് മീ ടു വേ? നിങ്ങൾക്ക് ഞാൻ വേറെ എന്താണ് തൂക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. വാട്ട് എൽസ് ഡു യു വോണ്ട് മീ ടു വേ എന്ന് പറഞ്ഞാൽ വേറെ എന്താണ് നിങ്ങൾക്ക് ഞാൻ തൂക്കി തരേണ്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗിവ് മീ 1 kg ഓഫ് ടൊമാറ്റോസ് ആസ് വെൽ. യെസ് മാം, ഗിവ് മീ 1 kg ഓഫ് ടൊമാറ്റോസ് ആസ് വെൽ എന്ന് പറഞ്ഞാൽ 1 കിലോ തക്കാളി കൂടി തരൂ എന്ന് പറയാണ്. യെസ് മാം എന്ന് പറഞ്ഞാൽ തരാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാൻ ഐ ഹാവ് 1 പാക്കറ്റ് ഓഫ് മിൽക്ക് പൗഡർ? സോറി, വി ഡോണ്ട് ഹാവ് മിൽക്ക് പൗഡേഴ്സ്, വി ഓൺലി സെൽ ഫ്രഷ് മിൽക്ക്. ക്യാൻ ഐ ഹാവ് 1 പാക്കറ്റ് ഓഫ് മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പാക്കറ്റ് പാൽപ്പൊടി തരാമോ എന്ന് ചോദിക്കുകയാണ്. സോറി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. വി ഡോണ്ട് ഹാവ് മിൽക്ക് പൗഡേഴ്സ്, ഞങ്ങളുടെ കടയിൽ പാൽപ്പൊടി ഇല്ല എന്നാണ് പറയുന്നത്. വി ഓൺലി സെൽ ഫ്രഷ് മിൽക്ക്, ഞങ്ങൾ ശുദ്ധമായ പാൽ മാത്രമാണ് വിൽക്കുന്നതെന്ന് പറയാണ്. ഇറ്റ്സ് ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ബൈ 1 kg ഓഫ് ഐസ്ക്രീം. ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല. അതായത് ഇതിന് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞില്ലേ പാൽപ്പൊടി ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല. ഐ വുഡ് ലൈക്ക് ടു ബൈ 1 kg ഓഫ് ഐസ്ക്രീം. ഞാൻ 1 കിലോ ഐസ്ക്രീം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഡസ് ഐസ്ക്രീം ടേസ്റ്റ് ലൈക്ക്? ചോക്ലേറ്റ്. അപ്പോൾ വാട്ട് ഡസ് ഐസ്ക്രീം ടേസ്റ്റ് ലൈക്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഐസ്ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് ഫ്ലേവർ ഐസ്ക്രീമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എന്താ പറഞ്ഞത്? ചോക്ലേറ്റ്. അതായത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വേണ്ടത്. എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. നോ. ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ? വേണ്ട, വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് ഇവിടെ നോ പറയുന്നത്. ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ? എല്ലാം കൂടി ഇത്രയാണ് എന്ന് ചോദിക്കുകയാണ്. യുവർ ടോട്ടൽ ബിൽ ഇസ് ₹640. യുവർ ടോട്ടൽ ബില്ല് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തം തുക, അതായത് നിങ്ങളുടെ ബില്ല് ₹640 640 രൂപയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓ മൈ ഗോഡ്, so the total is 640 rupees? I think you should charge only 600 rupees. Oh my god എന്ന കസ്റ്റമർ ആ പ്രൈസ് കേട്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ എന്ന് നമ്മൾ പറയില്ലേ. സോ ദ ടോട്ടൽ ഈസ് 640 rupees. അതായത് എല്ലാം കൂടി 640 രൂപയോ എന്ന് ചോദിക്കില്ലേ, അപ്പോൾ അതുപോലെയാണ്. അതായത് 640 രൂപയായോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് യു ഷുഡ് ചാർജ് ഓൺലി 600 rupees എന്ന് പറഞ്ഞാലോ എനിക്ക് തോന്നുന്നു നിങ്ങൾ 600 രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന് പറയാണ്. ദാറ്റ് ഇസ് ടു ലോ, പ്ലീസ് പേ ₹620. ദാറ്റ് ഇസ് ടു ലോ എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവാണ്. അതായത് കസ്റ്റമർ പറഞ്ഞ തുക വളരെ കുറവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്ലീസ് പേ ₹620. 620 രൂപ
അടയ്ക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ദയവായി 620 രൂപ അടയ്ക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി ഡിസ്കൗണ്ട് ഇസ് ഓൺലി 20 rupees. ദാറ്റ് ഇസ് ടു ലോ. സോറി, I can't offer more discount. I will hardly make anything for myself. I also have to run my household. Rupees 620 is my last offer. The discount is only 20 rupees എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, ആകെ കിഴിവ് 20 rupees മാത്രമാണോ എന്ന് ചോദിക്കാം. ദാറ്റ് ഇസ് ടു ലോ എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവാണ്, അതായത് ആ കുറച്ച തുക വളരെ കുറവാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോറി, ക്ഷമിക്കണം. ഐ കാണ്ട് ഓഫർ മോർ ഡിസ്കൗണ്ട്. എനിക്ക് കൂടുതൽ കിഴിവ് വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. ഐ വിൽ ഹാർഡ്ലി മേക്ക് എനിത്തിങ് ഫോർ മൈസെൽഫ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, എനിക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, അതായത് എനിക്ക് അതിൽ നിന്ന് ഒരു ലാഭവും എനിക്ക് കിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് കൂടുതൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഒരു ലാഭവും ലഭിക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഓൾസോ ഹാവ് ടു റൺ മൈ ഹൗസ് ഹോൾഡ്. എനിക്കും എൻ്റെ കുടുംബം നോക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Rupees 620 is my last offer. 620 രൂപയാണ് എൻ്റെ അവസാന വാഗ്ദാനം എന്ന് പറയാണ്. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ പേ യു ദ സെയിം. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതായത് അതിൽ കൂടുതൽ എനിക്ക് കുറയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പം അതിനെയാണ് ഇവിടെ പറയുന്നത്. അത് കുഴപ്പമില്ല. ഐ വിൽ പേ യു ദ സെയിം, അതേ എമൗണ്ട്. അതായത് നേരത്തെ പറഞ്ഞത് എത്ര എമൗണ്ടാണ്, 620 രൂപയാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ പേ ചെയ്യാമെന്ന് പറയാണ്. Thank you for your purchase, madam. Please do come back if you need anything in the future. Have a good day. Thank you. I will come. You too have a good day. Thank you for your purchase, madam എന്ന് പറഞ്ഞാൽ മാഡം സാധനങ്ങൾ വാങ്ങിയതിന് നന്ദി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Please do come back if you need anything in future. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ ദയവായി ഇനിയും വരണം എന്നാണ് ഇവിടെ പറയുന്നത്. പ്ലീസ് ഡു കം ബാക്ക്, ദയവായി ഇനിയും വരണം. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു നീഡ് എനിത്തിങ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ തിരിച്ചു വരണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ പറയുന്നത്, ഹാവ് എ ഗുഡ് ഡേ, അതായത് നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് പറയാണ്. താങ്ക് യു, ഐ വിൽ കം, അതായത് നന്ദി, ഞാൻ വരും എന്നാണ് ഇവിടെ പറയുന്നത്. യു ടു ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞാലോ, നിങ്ങൾക്കും ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമൻസൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. എൻ്റെ പേജ് ഇഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.